കൈറോണിയച്ചൻ കാലഘട്ടത്തിൻ്റെ അനിവാര്യത. ഫ്രാൻസിസ് സി അലക്സ്. ഫാദർ പീറ്റർ കൈറോണിയുടെ വരവ് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയായിരുന്നു. രാഷ്ട്രീയമായി വിലയിരുത്തിയാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുന്ന സമയം, ജാതീയമായ ഒരു ജനതയെ അടച്ചുമർത്തലിൻ്റെ അങ്ങേയറ്റം ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്തതിനാലും മേലാളന്മാരുടെ ഭീഷണിക്ക് മുന്നിൽ ഒടുമുണ്ട് അഴിക്കപ്പെട്ട സ്ത്രീകൾ, പകലന്തിയോളം വയലിലും ചേറ്റിലും തൊഴിൽ ചെയ്താലും ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനാവാത്ത പുരുഷന്മാരും, സ്വന്തമായി ഒരു തുണ്ടു ഭൂമി പോലുമില്ലാത്തവർ, അന്തിയുറങ്ങുന്ന കൂരയിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും കുടിയിറക്കാൻ വിധിക്കപ്പെട്ടവർ, എന്തിനേറെ പറയുന്നു തങ്ങൾക്കുണ്ടാകുന്ന മക്കൾക്ക് ഒരു പേര് പോലും ഇടാൻ അവകാശമില്ലാത്തവർ. അങ്ങനെ തീർത്തും അരക്ഷിതമായ ഒരവസ്ഥ. ഇതിൽ നിന്നൊക്കെ മോചനം, അതായിരുന്നു പലരുടെയും ചിന്ത. അങ്ങനെയൊരു സാഹചര്യത്തിലാണ് കൈറോണിയച്ചൻ ചെറുകഥയിലേക്ക് വരുന്നത്. ഇറ്റലിയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ദൂരം പരിഷ്കാരത്തിൻ്റെയും സുഭിക്ഷതയുടെയും തടവിൽ നിന്നും അപരിഷ്കൃതരും ദരിദ്രരുമായ ഒരു ജനതയുടെ മനസ്സിലേക്കുള്ള ദൂരമായിരുന്നു. കൈറോണിയച്ചൻ്റെ വരവിൻ്റെ ആദ്യ നാളുകളിൽ ഇന്നത്തെ ചെറുകുന്ന് പഞ്ചായത്തിലെ ദാലിൽ എന്ന പ്രദേശത്ത് അത്ഭുതങ്ങളുടെ വേലിയേറ്റമായിരുന്നു. തങ്ങളെപ്പോലെയല്ലാത്ത, തമ്പ്രാക്കന്മാരെക്കാൾ വെളുത്ത, പഞ്ഞിക്കെട്ടുപോലെ മൃദുലമായ ശരീരമുള്ള മനുഷ്യൻ. തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടിക്കൂടായ്മയ്ക്കും കാരണം മനുഷ്യനെ അകറ്റി നിർത്തിയിരുന്നിടത്ത് കരുമാടിക്കുട്ടന്മാരെ പോലും ആലിംഗനം ചെയ്യുന്ന സായിപ്പിൻ്റെ സംസ്കാരം. മനുഷ്യനെ പോലുള്ള വസ്ത്രമല്ല അദ്ദേഹം ധരിച്ചിരുന്നത്. മായാജാലം പോലെ ആ വസ്ത്രത്തിനുള്ളിലേക്ക് കൈയിട്ട് പുറത്തെടുക്കുന്നത് മധുരമുള്ള വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ ഒരു സാധനം. മറ്റൊരു കീശയിൽ കൈയിട്ടാൽ ഇഷ്ടം പോലെ പണം. അങ്ങനെ ആ നാട്ടുകാർക്ക് അദ്ദേഹം ദൈവത്തിൽ നിന്നും വന്ന വ്യക്തിയായി മാറി. കോഴിക്കോട്ടേക്കുള്ള ആദ്യ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നത് സ്ത്രീകൾക്ക് റൗക്കയും പുരുഷന്മാർക്ക് അരക്കയ്യിൽ ബനിയാനുമായിരുന്നു. അതൊരു വിപ്ലവത്തിൻ്റെ തുടക്കമായിരുന്നു. ഇന്നലെ വരെ മാരടം മറയ്ക്കാതെ മേലാളന്മാരെ ത്രസിപ്പിച്ചുകൊണ്ട് നടന്നിരുന്ന സ്ത്രീകളിൽ ചിലർ മാറുമറച്ച് വസ്ത്രം ധരിച്ചു കൊണ്ട് ദാലിൽ പ്രദേശത്തെ വയൽ വരമ്പിലൂടെ നടന്നപ്പോൾ അത് മേലാളന്മാർക്കും അവരുടെ കിങ്കരന്മാർക്കും പിറകിൽ നിന്നുമേറ്റ് പ്രഹരമായിരുന്നു. അവർ തിട്ടൂരമിറക്കി. ഇത്തരം വസ്ത്രം ധരിച്ചു വരുന്നവർക്ക് പണിയില്ല. കമ്പനി പോലീസിൻ്റെ സഹായവും സായിപ്പിൻ്റെ പരിഗണനയും ഈ തിട്ടൂരം കീറിയെറിയുവാൻ സഹായിച്ചു. അങ്ങനെ മതപ്രചാരണത്തിന് ഇന്ത്യയിലേക്ക് വന്ന ക്രിസ്ത്യൻ മിഷണറിയായ ഫാദർ പീറ്റർ കൈറോണി ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ടവരുടെ രക്ഷകനായി. ഇസ്രായേലിയർക്ക് മോശ എന്നതുപോലെ ഒരു വർഷക്കാലം ഈ ജനത്തോടൊപ്പം ഉണ്ടുമുറങ്ങിയും പല സ്ഥലങ്ങൾ സന്ദർശിച്ചും ഒരു ജനതയെ തന്നോടൊപ്പം ചേർത്ത് നിർത്തുന്നതിൽ അദ്ദേഹം വ്യാപൃതനായി. 1938 ഒക്ടോബർ 28 ആദ്യത്തെ മാമോദീസ. ആരാലും തിരസ്കരിക്കപ്പെട്ട ജനത ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. തൻ്റെ സ്വന്തം ജനതയായ ആരൊക്കെ എത്രയൊക്കെ തിരസ്കരിച്ചാലും തമസിൻ്റെ ആഴങ്ങളിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ചാലും ലോക ക്രൈസ്തവ സഭയും അതിൽ കണ്ണൂർ രൂപതയും ഉള്ളിടത്തോളം കാലം ഫാദർ പീറ്റർ കൈറോണിയും അദ്ദേഹത്തിൻ്റെ ജനതയും ഓർമ്മിക്കപ്പെടും. നമുക്ക് മറക്കാതിരിക്കാം നമ്മെ നാമാക്കി മാറ്റിയ ഈ വലിയ മനുഷ്യനെ, നമുക്കൊരു മേൽവിലാസം ഉണ്ടാക്കി തന്ന സാക്ഷാൽ പീറ്റർ കൈറോണി പുണ്യാത്മാവിനെ.